പണി കാണിച്ചേ മനുഷ്യരുടെ ഫുള്ളും പൊളിക്കാണ്ടിരുന്നേരാ ആ ന്യൂസ് ഒന്ന് കേക്കട്ടെ. ഈ ഉതുപ്പേട്ടൻ എന്തുട്ടാ പറ്റി? കണ്ണി കണ്ടോടത്ത് കള്ളു പിടിച്ചിരിക്കുന്ന ആള് ഇന്നെന്താ ടിവിയുടെ മുമ്പിൽ? എനിക്ക് ടെൻഷൻ കയറണ്ടേട്ടാ. എന്റെ നെഞ്ചില് പാണ്ടിയും പഞ്ചാരിയും ഒരുമിച്ചാ കൊട്ടണേ. എന്റെ പുണ്യാളന്മാരെ, എന്റെ പാറമേക്കാവ് ഭഗവതി. എന്താടാ ന്യൂസ് എന്തേ? നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 7 മലയാളികൾക്ക് പുരസ്കാരം. മൂന്നാർ, ദേവികുളം പഞ്ചായത്തുകളിൽ നാളെ ഹർത്താൽ. കയ്യേറ്റക്കാർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കുമെന്ന് റവന്യൂ മന്ത്രി. രാജ്യം നാളെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക്. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പുരസ്കാരം ലഭിച്ചവരിൽ 7 മലയാളികളും. പ്രമുഖ ഗാന്ധിയൻ സർവോദയം കൃഷ്ണപിള്ള, കഥകളി ആചാര്യൻ ചമ്പക്കുളം രാമപൊതുവാൾ എന്നിവർക്ക് പത്മവിഭൂഷണും മലയാളി ശാസ്ത്രജ്ഞൻ അമീൻ മുഹമ്മദിന് പത്മഭൂഷണും ലഭിച്ചു. ആയുർവേദ ഭിഷഗുരൻ തെക്കേമഠം ശ്രീധരൻ നമ്പൂതിരി, സാമൂഹിക പ്രവർത്തക ഗീത ദാമോദര മേനോൻ, വ്യവസായികളായ മധുപിള്ള, സ്റ്റീഫൻ ജോണി കുഴിപ്പറമ്പിൽ എന്നിവർക്ക് പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു. ജമ്മു കശ്മീരിലെ കുപ്വാരയിൽ തീവ്രവാദികളോട് പോരാടി വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിച്ച് രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഭീകരവാദവും അഴിമതിയും ഇല്ലായ്മ ചെയ്ത് രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പ് നിലനിർത്തണമെന്ന് രാജ്യത്തോടായി രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച കുഴിബോംബ് പൊട്ടി മലയാളിയായ സുബൈദാർ മേജർ EC ഫ്രാൻസിസ് കൊല്ലപ്പെട്ടു. പിന്നെന്താ പറയാ, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാണ്ടായി. തൃശ്ശൂർ ടൗണിലേക്ക് ഇറങ്ങിയ പത്മശ്രീ ആരെങ്കിലും വിളിക്കണ്ടോന്നൊരു തോന്നൽ, വെറുതെ ആരെങ്കിലും നമ്മളെ നോക്കി ചിരിക്കണ്ടോന്നൊരു ഡൗട്ട്, കൂട്ടുകാരും കാണണ്ടെന്ന് വെച്ചു. മൊത്തത്തിലൊരു കട്ടിങ്. ചുക്കാപ്പിയാ കുടിച്ചിട്ട് പൊതിച്ച് കിടന്നോ? ആ പനിക്കോളം അങ്ങോട്ട് പോകും. ഫോൺ എടുക്ക്. ആരാച്ചാലും ഞാനിവിടെ ഇല്ലാന്ന് പറയട്ടാ. മൊബൈൽ ഓഫിലിടാൻ പറഞ്ഞിട്ടില്ല യൂസഫിനോട്. ഹലോ, ആര്? പത്മശ്രീ അമ്മയുടെ നായര്. ഈയപ്പനോട് കളിക്കല്ലേ? നീ ആരാന്ന് പറയടാ. നിന്നെ സെമിത്തേരിയിൽ കിടത്തി ഓർക്കില്ലാട്ടാ. ആരാ? ഇതിപ്പോ രാവിലെ തുടങ്ങിയതാ. പത്മശ്രീ ഫ്രാൻസിസ് സാറും ഉണ്ടോ? പത്മശ്രീ ഫ്രാൻസിസ് സാറിനെ ഒന്ന് കിട്ടുമോ? പത്മശ്രീ ഫ്രാൻസിസ് സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങോട്ട് വന്നാ പത്മശ്രീ ഒന്ന് കാട്ടി തരുമോ? ഇങ്ങോട്ട് വരട്ടെ, കാട്ടി കൊടുക്കാൻ ഞാൻ. ആരാ? പത്മശ്രീ. ആരെ? പത്മശ്രീ. കളിച്ച് കളിച്ച് പരക്കാത്തായോ കളി? അവന്റെ അമ്മയുടെ ഒരു പത്മശ്രീ. ഓ കാച്ചകത്തോറ. ചേട്ടാ, സംഭവം പെണ്ണാട്ടാ. എന്തായാലും മുറ്റത്ത് കിടത്തണ്ട. എവിടെന്നാ വന്ന് വീണാവോ? എന്ന് പിടിക്കടയ്യപ്പാ. ഈ സൈഡ് ഞാൻ നീ ഏൽക്കണ്ട പോയടാ. മോളെ എന്താ പറ്റിയത്? മോളാ? ആര്? നിന്റെ മോളാ? നിനക്ക് ഇത്ര വലിയ മോളാ? പോടാ. ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. അതിന് സമ്മതിക്കില്ലേ? ഇതെന്തുട്ടാവോ? പെണ്ണുങ്ങളെ വീഴ്ത്തെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ വീഴ്ത്തണത് ആദ്യമായിട്ട് കാണുക. എന്തായാലും നല്ല കുട്ടിയാ. നല്ല വെയിറ്റ് ട്ടാ. കാണണമല്ല. പിടിക്ക്. കുട്ടിയെ, കുട്ടിയെ, കണ്ണൂർ കുട്ടിയെ. എന്നിട്ട് ഈ പ്രാഞ്ചേട്ടനൊന്ന് നോക്ക്. അല്ലതാരിത്? അതിന് ബോധം വന്നാലേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പം ബോധം വന്നില്ലെങ്കില് ഒരു ജാതി കോപ്പിലെ വർത്താനം പറയുന്നട്ടാ. എവിടെ ഫോണ്? അതേലേ? എന്റെ അറിയില്ല. ക്ലാവിന്റെ അറിയല്ലേ? നീയെ കുറച്ച് വെള്ളം എടുത്തേ. ഹലോ പ്രാഞ്ചി. ആരാ? ഞാനാടാ. നിന്റെ ശബ്ദം വല്ലാതിരിക്കണേ. പപ്പി എവിടെ? അതാരാ? പത്മശ്രീ. അവളുടെ ഫോണല്ലേ ഇത്? ഓ, ആ കുട്ടി ഒന്ന് വീണു. വീഴ്? നീ ഫോൺ നോർത്തേ. ബോധം വീണിട്ടില്ല. എന്തൊക്കെയാ താനീ പറയണേ? ഞാൻ അങ്ങോട്ട് വരാം. ഓ, അതായിരിക്കും നല്ലത്.
ഹലോ ജോസ് ഡോക്ടർ അല്ലേ? അതെ, ആരാണ്? അതെ, സംശയാസ്പദമായ സാഹചര്യത്തിലേ നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഓമന ഡോക്ടർ, അരിപ്രാഞ്ചിയുടെ വീട്ടിലേക്ക് കയറി പോണല്ലോ. അവൾ എന്നോട് പറഞ്ഞിട്ടാടാ തെണ്ടി പോയേ. നീ ഫോൺ വെച്ചിട്ട് പോയടാ. വെറുതെ ഒരു കുടുംബം കലക്കാന്ന് വെച്ചാൽ അതിന് സമ്മതിക്കില്ലേ? ഭാര്യനെ വിശ്വാസമുള്ള കുറെ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ചവിട്ടിന് ബോധം പോണെങ്കില് അത് നല്ല ഫസ്റ്റ് ക്ലാസ് ചവിട്ടാണല്ലോ. ആരാ ചവിട്ടിയത്? ഈയപ്പാ, ഞാനല്ല. നീയല്ലേ? ഈയപ്പ നീയല്ലേ? അപ്പൊ നീ എന്നെ ഞാനാവണമെങ്കിൽ ഞാനാവാം. പത്മശ്രീ എന്ന് പറഞ്ഞതും വാതിൽ തുറന്ന് ചവിട്ടാന്ന് പറഞ്ഞ ഞാൻ ആദ്യം കോളിംഗ് ബെൽ അടിച്ചു. അപ്പൊ ആരാന്ന് ചോദിച്ചു. ഞാൻ പത്മശ്രീ എന്ന് പറഞ്ഞു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. നടുമ്പുറത്ത് ഒരു പടക്കം പൊട്ടി. പത്മശ്രീ കിട്ടാത്തന്റെ ദേഷ്യം തീർത്താണോ പ്രാഞ്ചി? അതിപ്പോ കാലത്ത് തൊട്ട് തുടങ്ങിയതാ ഫോണിൽ വിളിച്ചിട്ട് പത്മശ്രീ ഉണ്ടോ എടുക്കാൻ, പത്മശ്രീ ഉണ്ടോ തിന്നാന്നൊക്കെ. അങ്ങോട്ട് വന്ന പത്മശ്രീ കാട്ടിത്തരൂ. ആ, എന്റെ അറിവില് ഈ കേരളത്തിൽ പത്മശ്രീ ആർക്കും പേരില്ലാട്ടാ. അതിപ്പോ ഉമ്മൻചാണ്ടിന്റെ പേരുള്ള രണ്ടാമതൊരാളെ താൻ കേട്ടിട്ടുണ്ടോ കേരളത്തില്? അത് ശരിയാണല്ലോ, ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ ആളുള്ളൂ. അതുപോലെ തന്നെ ഇതും. അപ്പൊ എന്തേ പത്മശ്രീ വന്നേ? ഞാൻ തൃശ്ശൂർക്കാരിയാ. ചെമ്പുക്കാവിലെ തറവാട്. പഠിച്ചത് എഞ്ചിനീയറിംഗ്. എടുക്കണ പണി ഇന്റീരിയർ ഡെക്കറേഷന്, ചിത്രം വരെ. ഇപ്പൊ വന്നത് എന്റെ പെയിന്റിങ്സിന്റെ ഒരു എക്സിബിഷൻ ഇവിടെ ആർട്ട് ഗാലറിയില്. അത് പ്രാഞ്ചേട്ടനൊന്ന് ഉദ്ഘാടിച്ചു തരണം. ഉദ്ഘാടന ഞാനാ? പെയിന്റിങ്സാ? ഓമനെ എന്ത് വേണം? എന്ന് വേണം ചോദിച്ചാ മറ്റന്നാള്. എന്ന് വേണമെന്നല്ല, എന്ത് വേണമെന്ന്. ഡൊണേഷനേ, അതിനല്ലേ ഉദ്ഘാടന റോള്. സിംഗിൾ മണി ഡൊണേഷൻ ഡൊണേഷനിക്കരുത്, വാങ്ങില്ല. പിന്നെ എന്തുണ്ടാ? ഞാൻ അന്വേഷിച്ചു. ഒരുപാട് ചാരിറ്റി ഇടപാടുകൾക്ക് പ്രാഞ്ചേട്ടൻ ഡൊണേഷിക്കാറുണ്ട്. പക്ഷെ എവിടെയും പ്രാഞ്ചേട്ടന്റെ പേര് വരാറില്ല. ഞാൻ പറയാറുണ്ടെന്നേ കൊടുക്കാൻ, ചെയ്യാറില്ല. That's the hard truth. ഈ ഓട്ടിസം രോഗം വന്ന കുട്ടികൾക്ക് വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗനൈസേഷന് കൊടുക്കാനാ ഈ പെയിന്റിങ്സ് വിറ്റ് കിട്ടുന്ന കാശ്. ഞാനാ തന്നെ റെക്കമെൻഡ് ചെയ്തത്. ഒന്ന് സമ്മതിക്കടി. ഇതിനിപ്പോ സിനിമാക്കാരെയോ പ്രസംഗ ശിംഗങ്ങളെയോ ഒന്നും കിട്ടാഞ്ഞിട്ടല്ല. പ്രാഞ്ചേട്ടൻ മതി, അത് ഞാൻ തീരുമാനിച്ചു. പ്രസംഗിക്കാൻ പറയുന്നത് പ്രസംഗം ഞാൻ നിർത്തി. അതേതായാലും നന്നായി. പൂരങ്ങളുടെ ഈ പൂരങ്ങളുടെ മാറ്റുവിൻ ചട്ടുകങ്ങളെ. അതെന്തിനിപ്പോ ഇവിടെ പറയണേ? ഒരു റിബൺ, ഒരു കത്രിക, ഒരു കട്ടാക്കട്ട്, അത്രേ ഉള്ളു പെരുന്നാള്. എടാ യൂസപ്പേ, വല്ലതും പിടികിട്ടിയ? ഭയങ്കര അർത്ഥമായതിനൊക്കെ. എന്തുട്ടാ തട്ടിപ്പ് പരിപാടി പ്രാഞ്ചേട്ടാ? മര്യാദക്ക് ഒരാളുടെ രൂപം വരയ്ക്കാൻ അറിയാത്തരാ ഈ ജാതി ഐറ്റം വരച്ചിണ്ടാക്കണത്. എന്തൊരു വില ഓരോന്നിനും. മക്കൊരെണ്ണം പേടിക്കണ്ട. എന്തുട്ടിതാ? നമ്മുടെ ചേറ്റുപിടിയിലെ ലാസറേറ്റൻ നന്നായിട്ട് സീനറി വരയ്ക്കും. അത് മേടിച്ച പാവത്തിന് ഒരു ഉപകാരവും. നമ്മളെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ച നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലും മേടിച്ചില്ലെങ്കിൽ മോശമല്ലടാ. ഒരു മോശമില്ല. അങ്ങനെ പ്രാഞ്ചേട്ടന് വെക്കാൻ ഇവിടെ പെയിന്റിങ്സും ഇല്ല. വിസിറ്റേഴ്സ് ബുക്കിൽ ഒരു അഭിപ്രായം എഴുതിയിട്ടാ മാത്രം മതി. ഒന്നും എഴുതാനില്ല, സംഭവം കാലൊക്കെയുണ്ട്. ഹായ്. ജോസ് ഒന്നില്ലടി? വന്നിട്ടില്ല, പേടിക്കണ്ട കേട്ടോ. ഇതിനൊക്കെ പേരുണ്ടാ. ഇതിന്റെ പേരെന്തുട്ടാ? കറവക്കാരി ചേർത്തിന്നിട്ടാലോ? എന്തുട്ടാ വിളിക്കണേ? അല്ല, എങ്ങനെയുണ്ട് കച്ചവടം? ഉദ്ഘാടനത്തിന്റെ രാശി കാണണ്ടോ? ഇതൊന്ന് പിടിച്ചേ. സംഗതി മേപ്പെട്ട പോയില്ലേ? ഗംഭീര സെയില. കച്ചവടം അതിപ്പോ ഉണക്കച്ചമീനായാലും ശരി, പെയിന്റിങ്സ് ആയാലും ശരി, നമ്മൾ തൊട്ട കളർ ഔട്ടോ. അല്ല, ഇതെന്താ സംഭവം? ബാക്കി വന്നതാ? അല്ല, പ്രാഞ്ചേട്ടന് ഒരു ഗിഫ്റ്റ്. അത് പൊളിച്ചുട്ടോ. എങ്ങനെയുണ്ട്? കളറായോ? കളറല്ലല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? അല്ല, ഫ്രണ്ടിലേക്ക് തിരിഞ്ഞു നിൽക്കണത് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിട്ടാണോ ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കണത് വരച്ചത്? ആ ഡയലോഗ് പൊളിച്ചൂട്ടാ. ഇത് എവിടെന്ന് ഫ്രീ കിട്ടിയ പെയിന്റ് പ്രാഞ്ചേട്ടാ ഈ വീട് മുഴുവൻ അടിച്ചു വെച്ചിരിക്കണേ? എന്തേ അടിച്ചു പൊളിന്നാണല്ലോ വരണവരൊക്കെ പറയണേ. പിന്നെ സംഭവം കുറച്ച് പഴയ വീടാട്ടോ, കൊറേക്കെ അതുണ്ടാവും. ഈ വീടൊന്ന് പൊളിച്ചു പണിയാനുള്ള പ്ലാൻ ഉണ്ട്. ഇതെങ്ങാൻ പൊളിച്ച പ്രാഞ്ചേട്ടനെ കൊന്ന് കൂർക്കയിട്ട് കറി ഉണ്ടാക്കി ഞാൻ ഈയപ്പനെ കൊണ്ട് തീറ്റിക്കും. പ്രാഞ്ചേട്ടനെ ഇറങ്ങിക്കോ. ഇത് ഞാൻ ഈയപ്പൻ സഹായത്തോടെ എവിടെങ്കിലും ഫിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഇറങ്ങാണ്.
എന്താ വേണ്ട അയ്യപ്പ നോയിക്കൊള്ളേ. എന്റെ പിന്നിൽ നിന്നുള്ള നോട്ടം വേണ്ടാന്ന് പറയണേ. ഈയപ്പൻ എന്റെ ബാക്ക് കണ്ട് ചവിട്ടാൻ തോന്നിയ അത് ഞാൻ അത് നീ തന്നെ. അതിന് മാറ്റാൻ പറ്റില്ല. അപ്പൊ പത്മശ്രീ ഞാനങ്ങട് ഫ്രാൻസാർ വിട്ടോ. ഈയപ്പേട്ടാ, ഓ നിങ്ങളുടെ മുതലാളിയുടെ അപ്പന് നാടക കമ്പനി ഉണ്ടായിരുന്നോ? എന്റെ അറിവിൽ അരിക്കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തേ? അല്ല, ഈ കർട്ടൻസ് കണ്ടിട്ട് ചോദിച്ചതാ. കർട്ടൻസ് മാത്രല്ല, പൊതുവെ ടേസ്റ്റ് ചീപ്പാ. ഈയപ്പേട്ടാ, my hero, show me the perfect wall to hammer in my masterpiece, a piece of my heart, the stroke of my dream. Midsummer Night's Dream or Merchant of Venice, whatever may be, on your Majesty's secret service. Wow, I'm impressed.